Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Glory to God. 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 Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, 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 മഹത്വം. യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയതായ ദൈവം അടിയൻ ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയോളമായെന്ന് എനിക്ക് തോന്നുന്നു ലൈവിൽ ഞാൻ വന്നിട്ട് ചില ദേശങ്ങളൊക്കെ കാണുവാനായിട്ട് കർത്താവ് ഒരു ഭാഗ്യം തന്നു. ഞാൻ വലിയൊരു നീണ്ട യാത്രയിലായിരുന്നു. ആയതിനാൽ എനിക്ക് ലൈവുകളൊക്കെ നഷ്ടമായി എന്ന് വേണം പറയുവാൻ. എന്നാൽ തൊണ്ടയൊക്കെ നല്ലതുപോലെ അടച്ച് തന്നെയായിരിക്കും. എനിക്ക് ശരിക്കും സംസാരിക്കാനുള്ള ഒരു നല്ല ഒരു ഇതില്ലെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് പാടുവാനും ഒന്നും പറ്റുന്നില്ല. പക്ഷേ കർത്താവ് എന്നെ എങ്ങനെ വഴി നടത്തുന്നു അതുപോലെ വചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കും എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ അഡ്മിന്മാർ, മെമ്പേഴ്സ്, അതായത് കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ കർത്താവും രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. ആ രാജാവിനെ വരവേൽക്കുവാൻ നാം എല്ലാവരും ഹല്ലേലൂയ ദൈവമക്കളെ വിശുദ്ധിയോടെ വേർപാടോടുകൂടി നാം ആയിരിക്കണമേ എന്ന, അതായത് നാം അതിനുവേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കണമേ എന്ന ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. ആണ്ടവരൻ രക്ഷകരുമാകി യേശു ക്രിസ്തുവൻ ഇണയറ്റ നാമത്തിൽ അൻപിൻ വാഴ്ത്തുതലെ തെളിവിച്ചു കൊള്ളുகிறேன். கர்த்தருக்குள் பிரியமானவர்களே, சில நாளுகளாக லைவில் வர முடியாமல் நான் சில நாடுகள் கடந்த நாட்களில் எல்லாம் நான் பயணம் பண்ணி கொண்டிருந்தேன் என்பதை இந்த நாளில் நான் சந்தோஷத்தோடு கூட மகிழ்ச்சியோடு கூட உங்களை நான் அறிவிக்கிறேன். கர்த்தருடைய பிள்ளைகளே, ஆனபடினாலே சில நாளுகள் எனக்கு, அதாவது 2 வாரங்கள் லைவில் வர முடியாம போனது உங்களுக்கு நன்றாக தெரியும். ஆனாலும் இன்றைய தினம் பிரைஸ் தி லார்ட் கர்த்தருடைய நாமத்தின் நிமித்தமாக இன்றைய தினம் உங்களோடு கர்த்தருடைய வார்த்தைகளை பகிர்ந்து கொள்ளும்படியாக பிரைஸ் தி லார்ட் நான் அவளோடு உங்களுடைய நடுவில் வந்திருக்கிறேன். நீங்களும் என்னோடு சேர்ந்து ஹல்லேலூயா தேவனை மகிமைப்படுத்தும்படியாக கர்த்தருடைய பிள்ளைகளே உங்களை நான் அன்போடு அழைக்கிறேன். 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என் ஆண்டவர் சொன்னார் அல்லவா, நிச்சயமாகவே அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, நம்மளோடு கூட வசனத்துக்குள் ஹல்லேலூயா வசனம் மூலமாக நம்மோடு கூட அவர் பேசுவார். ஹல்லேலூயா. என்னோடு கூட பேசுகிற தேவன் உங்களோடு பேசுவார் அல்லவா, நிச்சயமாகவே. ஹல்லேலூயா. விசுவாசத்தோடு வாருங்கள், தேவனை மகிமைப்படுத்துவோம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷം തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന വിഷയം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രിയരെ, നമുക്ക് പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. അതിനുശേഷമായി വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. കാരണം എന്താണെന്നറിയാമോ, ഇപ്പോൾ നമ്മളോട് കൂടി ആയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ പല ഇടങ്ങളിലായി അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേരളത്തിലും ശരി, നമ്മുടെ സഹോദരി തെലങ്കാനയിലുള്ള നമ്മുടെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഇടങ്ങളിൽ, ഈറോഡിലും മഴ തന്നെയാണ്, പല ഇടങ്ങളിൽ അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മെ വഴി നടത്തട്ടെ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഒരു ദൈവം നമ്മോട് കൂടെ ഇല്ലേ ഉണ്ടല്ലോ കർത്താവിൽ പ്രിയരെ. ആകയാൽ കർത്താവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് വചന ധ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുൻപായി ഒരു പാട്ട് പാടി നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പഴയ ഗാനം നിങ്ങൾക്കും എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, എന്നോട് ചേർന്ന് നിങ്ങൾക്കും പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം.
അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് നിങ്ങൾക്കും പാടുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിവേളയിൽ വചനവുമായി ഈ അടിയൻ കടന്നു വരുന്നു. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്തടിയൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരെയും കേൾക്കുവാനുള്ളവർക്കുമായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ വചനത്തെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അപ്പച്ചൻ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഇന്ന് ഈ വചനം കേൾക്കുന്നുവോ അവരിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ എന്റെ കർത്താവിന്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ, ആരെങ്കിലും നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടു കൂടി വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്നു എങ്കിൽ ജീവിപ്പിക്കുന്ന വചനം, ജീവനുള്ള വചനം കടന്നു ചെല്ലുമ്പോൾ ഓരോ ഹൃദയങ്ങളിലും ഒരു സമാധാനം ഉണ്ടാകട്ടെ, ഒരു ആശ്വാസം ഉണ്ടാകട്ടെ, ഒരു വിടുതൽ ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കണം. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, അടിയനെ ശക്തീകരിക്കണം. കർത്താവ് കൃപയാൽ നിറച്ചുകൊള്ളണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, 2 ആഴ്ചയായി, ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ചയോളമായി യാത്രയിലൊക്കെ ആയിരുന്നുകൊണ്ട് തൊണ്ട ശരിക്കും അടച്ചിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥിക്കുക, കർത്താവ് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? സൺ ഓഫ് മാൻ, can these bones live? യെഹെസ്കേൽ പ്രവചനം 37:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 37:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ ദൈവമക്കളെ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പല ആവൃത്തികൾ അനേക ദൈവദാസി ദാസന്മാരിലൂടെ നാം കേട്ടിട്ടുള്ളത് തന്നെയാ. എങ്കിലും നാം ഓരോ നിമിഷവും വചനം കേൾക്കും തോറും പ്രൈസ് ദി ലോർഡ് കർത്താവിൽ നാം വളരുകയാണ്. ആത്മാവിൽ നാം ഹല്ലേലൂയ ദൈവമക്കളെ ബലപ്പെടുകയാണ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഉണങ്ങിയ അസ്ഥികൾ, ഡ്രൈ ബോൺസ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ഇസ്രായേൽ മക്കളെ അഥവാ വിശ്വാസികളെ കുറിക്കുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ദൈവത്തിനു വേണ്ടി നിലകൊണ്ടവർ, ആമേൻ, ഹല്ലേലൂയ, അവർ ഇന്നും താഴ്വരകളിൽ ചിതറിക്കിടക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഉണങ്ങിയ അസ്ഥികൾ വചനം അനുസരിക്കാത്തവരെയാ പറയുന്നത് കേട്ടോ. വചനത്തെ എതിർക്കുന്നവരുണ്ട്. നമുക്കറിയാം, വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ എതിർപ്പ് അവർ കാണിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ്. വിമർശനങ്ങൾ ഉണ്ടാകും, നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറയുന്നത് വചനം അനുസരിക്കാത്തവരെയാണ്. ആമേൻ, ഹല്ലേലൂയ. വചനത്തെ എതിർക്കുന്നവരെയാണ്. പ്രിയരെ, ഇവരുടെ അവസ്ഥ എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ, ദൈവമക്കളെ, താഴ്വരയിൽ ഒരു പരസ്പര ബന്ധമില്ലാതെ ആയിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഫുൾ ഓഫ് ബോൺസ്, ആമേൻ, അസ്ഥികൾ നിറഞ്ഞിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 37:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കുമ്പോൾ, 37:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടുന്നത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, അത് മാത്രമല്ല, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് വന്ന് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ നാം വായിച്ച കേട്ടത്, അസ്ഥികൾ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് ത്വക്കുകൊണ്ട് പൊതിഞ്ഞ്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന് ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അഥവാ ശ്വാസം ഇല്ല.
ആമേൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. പ്രിയരെ, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, അഭിഷേകമുണ്ട്, വല്ലമയുണ്ട്, ഹല്ലേലൂയ, സകലതുമുണ്ട്. പക്ഷേ എന്തില്ലെന്നറിയാമോ? ശ്വാസമില്ല, അഥവാ ജീവൻ ഇല്ല. ഹല്ലേലൂയ. ഇതാണ് ഇപ്പോഴത്തെ ആത്മീക നിലവരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാകുന്ന ദൈവജനം ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും നീ മരിച്ചവനാകുന്നു. ഹല്ലേലൂയ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ജീവനുള്ളവനെന്ന നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഉണർന്നുകൊള്ളുക, ഹല്ലേലൂയ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഇവിടെ മരിച്ചവനാകുന്നു. കാരണം ആത്മീക ഫലങ്ങൾ ഇല്ല എന്നതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ സ്ഥിതിവിശേഷം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, കൊണ്ടിരിക്കണമേ. ഇവിടെ നല്ല പ്രകൃതി ഭയങ്കര നമുക്ക് ഓപ്പോസിറ്റ് ആണ്, എങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിക്കാം. പ്രിയരെ, ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം. ആത്മീക ആരാധന എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ജീവനില്ല എന്റെ പ്രിയരെ. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. അനേകർക്ക് ഇന്നത്തെ ഈ നിലപാട് നാം മനസ്സിലാക്കുമ്പോൾ, ഇന്നത്തെ ആത്മീക നിലവാരത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നാം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവനില്ല സഹോദരനെ, സഹോദരിയെ, ജീവനില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ ആത്മീക കൂട്ടായ്മകൾ ഇല്ല. അതായത് കൂട്ടായ്മയുണ്ട്, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം അദ്ദേഹത്തെ. അതാ എനിക്ക് തോന്നുന്നത്, എനിക്കറിയാവുന്ന സഹോദരനൊന്നുമല്ല, പക്ഷേ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പണിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 3 പ്രാവശ്യവും ഞാനെല്ലാം ആ ഫോൺ ഞാൻ ഇത് ചെയ്ത് വിട്ടിരിക്കുക, പക്ഷേ പിന്നെ വിളിച്ചോണ്ടിരിക്കുക. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആത്മീക കൂട്ടായ്മകൾ, ഹല്ലേലൂയ, ഇല്ല എന്ന് പറഞ്ഞാൽ അവരിൽ ജീവനില്ലാതെയായിരിക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. അനുഗ്രഹങ്ങൾ എന്താണെന്നറിയാമോ? അനുഗ്രഹങ്ങൾ തടയപ്പെടുകയാ. നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടുന്ന നന്മകൾ നമുക്ക് നിന്നു പോവുക ദൈവമക്കളെ, അത് ലഭിക്കാതെയായിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. നാം ഈ നാളുകളായി ഉണരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഉണരേണ്ടത് ആവശ്യമാണ്. ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം ഒന്ന് പാടി നമുക്ക് മുമ്പോട്ട് പോകാം. ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ മധ്യേ നിന്ന്. ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ മധ്യേ നിന്ന്. എന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ, ആ പ്രകാശം ലോകം കാണട്ടെ. എന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ, ആ പ്രകാശം ലോകം കാണട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ആകയാൽ ഹല്ലേലൂയ, ഉറങ്ങുന്നവനെ ഉണർന്നിടുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, കിടപ്പ് മരിച്ചവരുടെ കൂടെയാ കേട്ടോ, അതും കൂടെ നാം ഓർത്തുകൊള്ളണം. അവരുടെ കിടപ്പ് എവിടെയാണെന്ന് അറിയാമോ? മരിച്ചവരുടെ കൂടെയാ. നാം ഉണരണം പ്രിയരെ, ജീവൻ പ്രാപിക്കണം, ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരുമനാഥൻ ഹല്ലേലൂയ നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാമോ? നമ്മുടെ മന്ദിപ്പ വെച്ച അവസ്ഥയല്ല,
നമ്മുടെ മരിച്ചുപോയ അവസ്ഥയല്ല. പിന്നെയോ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മിൽ ജീവൻ ഉണ്ടാകണം, നമ്മിൽ പ്രകാശം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി നാം പ്രകാശിക്കുന്നവരായി മാറണം, ജ്വലിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നാം എവിടെയാ കിടക്കുന്ന അറിയുന്നില്ല, നമ്മുടെ കിടപ്പ് എവിടെയാണെന്ന് നമ്മൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളവൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം വചനത്തിന് മുൻപിലായിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നാം മരിച്ച മന്ദിഭവിച്ച അവസ്ഥയിലാണോ, അതോ ജീവൻ പ്രാപിച്ചവരായിട്ടാണോ നാം മുൻപോട്ട് കടന്നു പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവചനം 37:9-10 വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 9-10 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഇത് ആ ഒരു മനുഷ്യനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാനാണ് പറ്റുന്നത്? ഞാനത് കട്ട് ചെയ്ത് വിടുക, പിന്നെ വിളിക്കുക. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ, ഹല്ലേലൂയ, ശ്വാസം അവരിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അവർ ജീവിച്ച് വലിയ ഒരു സൈന്യമായി നിന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവ പൈതലേ, ദൈവത്തിന് വേണ്ടി ഒരു വലിയ സേനയായി, പ്രൈസ് ദി ലോർഡ്, ഒരു സൈന്യമായി നിൽക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവ പൈതലേ, താഴ്വരയിൽ പരസ്പര ബന്ധമില്ലാതെ, ഹല്ലേലൂയ, ദൈവ പൈതലേ, ഹല്ലേലൂയ, അനേക അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്നു. ഹല്ലേലൂയ, ഈ അവസ്ഥയിൽ, പ്രൈസ് ദി ലോർഡ്, അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ജീവനുള്ള അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ഒരു വലിയ സേനയായി, ആമേൻ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് ദൈവത്തിന് കൊള്ളാകുന്നവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ചിതറിപ്പോകുവാൻ അല്ല. ഹല്ലേലൂയ. പിന്നെയോ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നാം ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു സേനയായി, ഒരു സൈന്യമായി മുൻപോട്ട് പോകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമാകുന്നു. ഈ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ, ഞങ്ങൾ ഇസ്രായേൽ മക്കൾ അവരെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ദൈവ പൈതലേ, താഴ്വരയിൽ അസ്ഥികൾ ചിന്നി ചിതറി കിടക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഉള്ള കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ കോപമാണ്. ഹല്ലേലൂയ. ഈ അസ്ഥികളൊക്കെ ചിന്നി ചിതറി കിടക്കുവാനുള്ള കാരണം ഈ ദൈവത്തിന്റെ കോപമാണ്. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു തിരിച്ചു വരവ്, നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. കാരണം ഇത് അന്ത്യകാലമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നാം വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കുന്നതും അതുപോലെ തന്നെ മടങ്ങി വാ ദേശമേ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ചിന്നാഭിന്നമായി താഴ്വരയിൽ കിടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ, കർത്താവ് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ ഈ നാളുകളായി നമുക്കൊന്ന് ശോധന ചെയ്യാം. ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നമുക്കൊന്ന് ഏറ്റു പറയാം. സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്കൊന്ന് പറയാം, നമ്മുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വചനത്തിൽ പറയും പോലെ പാലിക്കുന്നില്ലപ്പാ. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. എത്ര പേർക്ക് ഈ വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയും? അപ്പാ, അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ മന്ദിഭവിച്ച അവസ്ഥകൾക്ക് ഒരു മാറ്റം സംഭവിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ ജീവനുള്ളവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഉപവാസത്തോടെ, കരച്ചിലോടെ, ഹൃദയ നുറുക്കത്തോടെ,
പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കഴിയുമോ? ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിശ്ചയമായി കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും, ഓ ഞങ്ങൾ കുറെ നാളായി പ്രാർത്ഥിക്കുക, കുറെ നാളായി പാടുക, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, പക്ഷെ ഒരു പ്രയോജനവും കാണുന്നില്ല എന്ന. സ്നേഹിത, സഹോദരനെ, സഹോദരിയെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ രോഗം മാറും. ഹല്ലേലൂയ, നമ്മുടെ ദുഃഖം മാറും, നമ്മുടെ കഷ്ടങ്ങൾ മാറും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ, നമ്മിൽ ജീവൻ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നാം ഏത് തരത്തിലാണ് ജീവിക്കുന്നത്? ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മകനായി മകളായി ജീവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹിതനെ, സഹോദരനെ, സഹോദരിയെ, ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുൻപിൽ ഹല്ലേലൂയ താണിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുവാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം എങ്ങനെ ജീവിക്കുന്നു എന്നതാ. ഹല്ലേലൂയ, നമ്മിൽ ജീവനുണ്ടോ? നമ്മിൽ ജീവനുണ്ടോ? അതോ നാം മരിച്ചുപോയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? എങ്കിൽ നിനക്കൊരു മടങ്ങി വരവ് അഥവാ ഒരു തിരിച്ചു വരവ് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാൻ, ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, സഹോദരനെ, സഹോദരിയെ, താണിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവനില്ലാത്ത അവസ്ഥകൾ മാറും. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മരിച്ച അവസ്ഥകൾ മാറും പ്രിയരെ. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ വചനത്തെ ഏറ്റെടുക്കണമേ. യെഹെസ്കേൽ പ്രവചനം 37:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. എത്ര നല്ലൊരു വാഗ്ദത്തമാ പ്രിയ ദൈവമക്കളെ നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവവൈതലേ, ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാലത്ത് നാം ജീവനില്ലാത്തവരായിരുന്നു, ഒരു കാലത്ത് നാം അസ്ഥി കൂമ്പാരങ്ങളായിരുന്നു, ഒരു കാലത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിൽ നിന്ന് അകലപ്പെട്ട, ദൈവം എന്താണെന്ന് പോലെ തിരിച്ചറിയാത്ത, ആർക്കും പ്രയോജനമില്ലാത്ത ഒരു വെറും പാത്രമായി, ഒരു പ്രയോജനമില്ലാത്ത ഒരു പാത്രമായി, ആർക്കും ഒരുത്തർക്ക് കൂടെ പ്രയോജനമില്ലാത്ത ഒരു വ്യക്തിയായി തീർന്നില്ലേ? എന്നാൽ അവിടെ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചോ കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഇഷ്ടമുള്ള മകനായി, ദൈവത്തിന് ഇഷ്ടമുള്ള മകളായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ഇന്ന് പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് നമുക്ക് ജീവനെ തന്നു. ഒരു ആമേൻ പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കർത്താവ് നമുക്ക് ജീവനെ തന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് ശക്തി തന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വേദപുസ്തകം എടുക്കാൻ പോലും, ഒന്ന് വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തി ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓരോ നിമിഷങ്ങളും അയ്യോ, എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഒരു ആത്മാവ്, ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരെ കാണുവാൻ കഴിയുന്നു. സഹോദരനെ, സഹോദരിയെ, കർത്താവ് നമുക്ക് ജീവനെ തന്നിരിക്കുക, കർത്താവ് നമുക്ക് ബലം തന്നിരിക്കുക. ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അത് ഏറ്റെടുത്ത് നാം പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ നാളുകളായി ജീവനുള്ളവനായി നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നമ്മൾ അസ്ഥി കഷണങ്ങൾ അല്ല പ്രിയരെ, അസ്ഥി കൂമ്പാരങ്ങൾ അല്ല പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്നിച്ചെതിരി കിടക്കുന്നവരല്ല പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സൈന്യമായി, ഒരു സേനയായി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയുന്നു? കർത്താവ് നമുക്ക് ജീവനെ തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നാം ഉണങ്ങിയ അസ്ഥികളല്ല, നാം ജീവനുള്ള അസ്ഥികളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ അസ്ഥി കഷ്ണങ്ങൾ അല്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നാം
ജീവനുള്ള സേനയായി മാറിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഹല്ലേലൂയ എത്ര പേർക്ക് സമർപ്പണമുണ്ട്. ഇന്ന് ഈ വചനത്തിന് മുൻപിൽ എത്ര പേർക്ക് താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയും? അപ്പാ അപ്പാ അങ്ങനോട് ഇടപെടണമേ അപ്പാ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവമക്കളെ, നിങ്ങൾക്കറിയാം, ഞാൻ 2 ആഴ്ചയോളം യാത്രയിലായിരുന്നു. നിങ്ങൾക്കറിയാം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. എന്താണെന്നറിയാമോ? ഒരു വീട്ടില് ഞാൻ ഭവനത്തിൽ ഞാനായിരിക്കുമ്പോൾ കണ്ടത് 2 കുഞ്ഞുങ്ങൾ. അതിൽ മകൾക്ക് പകൽ മുഴുവൻ കമ്പ്യൂട്ടറിൽ ജോലിയാണ്, വർക്കാണ്, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള വർക്കാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ. നൈറ്റ് മകന് ജോലിയാണ്. അപ്പോ ഈ നൈറ്റ് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് അവർക്ക് പാടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? 6 മണിക്ക് മകൻ ജോലിയിൽ ജോയിൻ ആകും. അപ്പോൾ പിന്നെ അവിടെ പാടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിരാവിലെ സമയം മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ ജോലിയില്ല, ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഞാൻ ചിന്തിക്കാനിടയായി. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ പിതാക്കന്മാർ, അവരുടെ പിതാക്കന്മാർ ഒക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ അവർ പാട്ടുപാടി. അന്ന് കമ്പ്യൂട്ടറും സിസ്റ്റങ്ങളൊന്നും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ ശബ്ദം ഉയർത്തി പാടും. ആ പാട്ടിന്റെ ശബ്ദം നമ്മുടെ ആ പരിസരം മുഴുവൻ കേൾക്കും. മുഴുവൻ ആൾക്കാർക്കും അത് കേൾക്കാൻ കഴിയും. അവരൊക്കെ ഉറങ്ങുന്നവർ ഉണരും, ഉണർന്ന് പാടും, അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാലം ഒരുപാട് മാറിപ്പോയി. ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനോ ഒരുമിച്ച് പാടുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം. പ്രിയമുള്ള ദൈവമക്കളെ, നാമൊക്കെയും അതിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് ജീവനെ തന്നിരിക്കുക, ശക്തി തന്നിരിക്കുക, കർത്താവ് ബലം തന്നിരിക്കുക. ഹല്ലേലൂയ. എങ്കിലും അനേക കുടുംബങ്ങളിൽ, അനേക വ്യക്തി ജീവിതങ്ങളിൽ ഇന്നും ഒരുമിച്ച് പാടുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാത്ത സാഹചര്യമല്ലേ? എന്നാൽ അന്നൊക്കെ മണ്ണെണ്ണ വിളക്കിന്റെ നടുവിലൊക്കെ കയറിയിരുന്ന, മണ്ണെണ്ണ വിളക്കിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു കാലം ഉണ്ടായിരുന്നില്ലേ സഹോദരങ്ങളെ? ഓർത്തു നോക്കിയേ. അന്ന് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, എന്നാൽ 5 പേരാണെങ്കിലും 6 പേരാണെങ്കിലും വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് പാടും, പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം നമ്മളെ ഉയർത്തി 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 ഒരുപാട് ഉയർത്തി. ദൈവമക്കളെ, ഫാനില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്നത് AC-യിലാ. അത്രയ്ക്കും ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ നാം ഒന്ന് പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ഭവനത്തിലൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അനേക സഹോദരങ്ങളെ കാണുമ്പോൾ ഹൃദയം വല്ലാതെ പൊട്ടിത്തകർന്നു പോയി. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമക്കളെ ഏറ്റവും വലിയ ഭാഗ്യം. നാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബവുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ, പാടുന്നുവെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നു എങ്കിൽ, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നാമൊക്കെയും ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത അസ്ഥി കുമ്പാരങ്ങളായി, ജീവനില്ലാത്ത ഉണങ്ങിയ അസ്ഥികളായി കിടന്നിരുന്നു. എന്നാൽ ഇപ്പോഴോ ദൈവമക്കളെ, നാം ചില ബലമുള്ളവരാണ്, ജീവനുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ജീവിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള അസ്ഥികളായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രിയമുള്ള ദൈവമക്കളെ, ചരിത്രത്തിലേക്ക് കടക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഈ അസ്ഥി കൂമ്പാരങ്ങൾ, അസ്ഥികൾ, ഈ ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, അത് യഹൂദനെയാണ് കുറിക്കുന്നത്. അല്ലെങ്കിൽ 4 ഭാഗത്തേക്കും ചിതറി കടന്നുപോയ അസ്ഥിക്കുംഭാരങ്ങൾ അഥവാ യഹൂദന്മാർ ഒരുമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നത് മാത്രം ഒറ്റ പോയിന്റിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മസിഹ വരാൻ പോകുന്നു. ഹല്ലേലൂയ. കർത്താവിനെ വരവേൽക്കുവാൻ ഒരുങ്ങണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ നാം ജീവനുള്ള അസ്ഥികളായി മാറണം.
ഹല്ലേലൂയ. നമ്മുടെ കടന്നകാല ജീവിതത്തില് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജീവിതം നയിച്ചുവോ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സ്നേഹിത, സഹോദരനെ, സഹോദരിയെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് ഹല്ലേലൂയ, ദൈവത്തോട് നാം ക്ഷമ, അല്ലെങ്കിൽ ദൈവത്തോട് നാം ദൈവത്തിന്റെ സന്നിധി താണിരുന്ന അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് ചോദിച്ച ഈ നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ ബലം പ്രാപിച്ചവരായി, ജീവൻ പ്രാപിച്ചവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിയ വേളയിൽ ഞങ്ങൾ കേട്ട വചനത്തിന് മുന്നിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, മനുഷ്യപുത്ര, ഈ ഉണങ്ങിയാസ്തികൾ ജീവിക്കുമോ എന്നുള്ള വചനത്തിലൂടെ ഞങ്ങൾക്ക് അനേക കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി. കർത്താവേ, അങ്ങ് ഇന്ന് ഈ വചനം കേട്ടവർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിടുതലായി തീരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടന്നകാല ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുവാനും ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു പുതുക്കം പ്രാപിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാൽവരുടെ ഉന്നതങ്ങളിൽ കൈകാലികളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിന്റെ ആ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്തു. അനുഗ്രഹിച്ചാട്ട് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കൃപയാൽ അപ്പച്ചൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തങ്കച്ചോരയാൽ അപ്പച്ചൻ കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണ കർത്താവ്, സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ചില കാര്യങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് വാക്കിലൂടെ പറയുവാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റോസ് ഫാമിലി FB പേജ് മാത്രമല്ല, ഇതിനൊരു ഗ്രൂപ്പും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ റോസ് ഫാമിലിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല അഡ്മിന്മാരെയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ഏത് നിമിഷവും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെയും പേജിന്റെയും അതുപോലെ തന്നെ എൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മകൾ 2 ഞങ്ങൾക്കുള്ളത്. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ സഹോദരങ്ങൾ വളരെ സജീവമാണ് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയരെ, ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ അതിൽ ഒന്ന് ഞങ്ങൾക്ക് ഫുള്ളാണ് മെമ്പേഴ്സ്. അതിൽ രണ്ടാമത് ഞങ്ങൾ മറ്റൊരു വാട്സപ്പ് കൂട്ടായ്മയും കൂടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും 10-30 മേലെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ദൈവമക്കൾ, പ്രാർത്ഥനകൾ, അതായത് പ്രാർത്ഥന വിഷയം ഉള്ളവർ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ ഉള്ള നല്ല അവസരമുണ്ട് എന്നതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല ദൈവമക്കളെ, നമ്മുടെ റോസ് ഫാമിലിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ദിനവും നല്ല നല്ല ഷോർട്ട് മെസ്സേജസ്, വളരെ മിനിറ്റുകൾ കുറവുള്ള, ഒത്തിരി സമയമെടുക്കാതെ വളരെ മിനിറ്റുകൾ കുറവുള്ള, മിനിറ്റുകൾ മാത്രം ഉള്ള ഷോർട്ട് മെസ്സേജസ് ഡെയിലി ബ്രെഡ് പോലെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളോട് ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധങ്ങളിൽ എല്ലാ കാര്യങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്കും ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ആ മെസ്സേജുകൾ ഒക്കെ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരും. ദൈവമക്കളെ, ദിനവും ആ മെസ്സേജുകൾ കേൾക്കുവാൻ കഴിയും എന്നതും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സൂമിന്റെ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഗൂഗിൾ മീറ്റ്, ദൈവം കർത്താവ് എല്ലാ വിധത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ മറക്കാതെ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, അതുപോലെ തന്നെ ഈ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പ് ആരംഭിച്ച അടുത്ത മാസം വരുമ്പോൾ അത് 2 വർഷം തികയും കൂടാണ്. ഇതുവരെയിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കും പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയരെ, എന്നും ദിനവും 5 മണിക്ക് നമ്മുടെ ലൈവുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ അനുഗ്രഹമേറിയ വചന ശുശ്രൂഷകൾ ഡെയിലിയും ഉണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും എന്നതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയരെ, കർത്താവ് വരാറായി. കർത്താവിന്റെ വരവിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം, ഒരുമിക്കാം. ആ ദേശത്തിന്റെ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ സഹകരിക്കാം. ദൈവമക്കളെ, കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് കൊണ്ട് ഞാൻ
എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വീണ്ടും നമുക്ക് പിന്നെയും മെസ്സേജുകൾ ഉണ്ടാവും, കാണാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.